ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ നോട്ട് 10 ആണ്. നമ്മുടെ ബഡ്ജറ്റ് ബേസിൽ വരുന്ന പെർഫോമൻസ് ഫോണാണിത്. കൂടാതെ നമുക്ക് വാല്യൂ ഓഫ് മണി എന്നൊക്കെ കണ്ണുപൊട്ടി പറയാവുന്നൊരു സെറ്റാണ്. നമുക്ക് നേരെ അൺബോക്സ് ചെയ്ത് അതിൻ്റെ സ്പെക്കുകൾ നോക്കാം. ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 10. ബോക്സിനുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാർജർ കേബിളുണ്ട്, സി ടൈപ്പാണ്, ചാർജിങ് അഡാപ്റ്ററുണ്ട്, പിന്നെ എക്സ്ട്രാ വരുന്നൊരു TP കവർ വന്നിട്ടുണ്ട്, ഒരു എക്സ്ട്രാ സ്ക്രീൻ പ്രൊട്ടക്ടറുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക്. പിന്നെ നമുക്ക് ഉള്ളത് ഇതിൻ്റെ യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഒരു ഇജക്ടർ പിന്നും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ബോക്സിനുള്ളിലുള്ളത്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തു നോട്ട് 10. ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്പെക്കുകൾ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വേരിയൻ്റ് 6GB റാം 128GB ഇൻറ്റേർണലാണ്. ഇത് 6.95 ഫുൾ HD പ്ലസ് ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. പ്രോസസ്സർ വരുന്നത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 ഗെയിമിംഗ് പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. ബാക്കിൽ വരുന്നത് 48MB ട്രിപ്പിൾ സൂപ്പർ നൈറ്റ് മോഡ് ക്യാമറയാണ്. സെൽഫി ക്യാമറ 16MB ആണ്. കൂടാതെ ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററിയാണ്. ഇത്രയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ സ്പെക്കുകൾ വരുന്നത്. നമ്മൾ ഫോണിൻ്റെ ബോഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സെൽഫി ക്യാമറ ഡിസ്പ്ലേക്കുള്ളിൽ തന്നെ പഞ്ച് ചെയ്ത് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ നമ്മളതിൻ്റെ ബോട്ടം സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ ജാക്ക് 3.5mm ഓഡിയോ ജാക്കും പ്രൈമറി മൈക്ക് കാണാൻ സാധിക്കും. സി ടൈപ്പ് ചാർജിങ് പോർട്ടും ഉണ്ട് സെൻട്രലായിട്ട്. റൈറ്റ് സൈഡിൽ സ്പീക്കറും ഉണ്ട്. ടോപ്പ് സൈഡ് ബ്ലാങ്ക് ആണ്. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ക്യാമറ കാണാൻ ട്രിപ്പിൾ ക്യാമറയും LED ഫ്ലാഷും. LED ഫ്ലാഷ് 4 LED ഫ്ലാഷാണ് കേട്ടോ വരുന്നത്. ഒറ്റ LED തന്നെ 4 LED ലൈറ്റ് വരുന്നുണ്ടെന്നുള്ള ഒരു ക്വാളിറ്റിയാണ്. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വോളിയം പ്ലസ് മൈനസ് കീ കാണാൻ സാധിക്കും. അതുപോലെ പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. അതാണ് നമ്മൾ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റേ സിം സ്ലോട്ടും മെമ്മറി കാർഡ് സ്ലോട്ടും ഒറ്റ ട്രേയിലാണ് വരുന്നത്. നമുക്ക് ബൂട്ട് ചെയ്ത് നോക്കാം ഫോൺ. നമ്മളെബോട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പെക്കുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. 6GB റാം 128GB ഇൻറ്റേർണൽ, 16MB സെൽഫി ക്യാമറ, 48MB ട്രിപ്പിൾ ക്യാമറ റിയർ ക്യാമറ വരുന്നത്. പ്രോസസ്സർ പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. Android 11 ആണ് കേട്ടോ ഇതിൻ്റെ OS വരുന്നത്. എങ്കിൽ നമുക്ക് ഇനി ഇതിൻ്റെ സ്പെക്കുകൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറയുന്നത് പ്രോസസ്സറാണ്. ഗെയിമിംഗ് പ്രോസസ്സറാണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. ഗെയിമിങ്ങിനൊക്കെ വളരെയധികം സ്വാധീനിക്കുന്ന പ്രോസസ്സറാണ്. ഇതൊരു 12nm പ്രോസസ്സറാണ് വരുന്നത്. ഒക്ടാ കോറാണ്. അടുത്ത് പറയുന്നത് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് 180 Hz ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗെയിമിംഗ് പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു ക്വാളിറ്റി തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വളരെയധികം നല്ലൊരു ക്വാളിറ്റിയാണ്.
അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് റാമും സ്റ്റോറേജുമാണ്. റാമും സ്റ്റോറേജും വെച്ചിട്ട് 2 വേരിയൻ്റാണ് ഇതിന് വരുന്നത്. 4GB റാം 64GB ഇൻറ്റേർണലും 6GB റാം 128GB ഇൻറ്റേർണലും വരുന്ന 2 വേരിയൻ്റാണ്. പിന്നെ LPDDR4X റാം കാറ്റഗറിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെമ്മറി പറയുന്ന eMMC 5.1 കാറ്റഗറിപ്പെടുന്ന അൾട്രാ ഫാസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മെമ്മറിയാണ്. ഇനി മെമ്മറി സ്ലോട്ട് വരുന്നത് 3 സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് ഡുവൽ നാനോ സിം ഇതിനകത്ത് പ്ലഗ് ചെയ്യാം. കൂടാതെ എക്സ്ട്രാ മെമ്മറി കാർഡ് സ്ലോട്ട് കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെമ്മറി കാർഡ് എക്സ്പാൻഡബിൾ മെമ്മറി 256GB വരെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ക്വാളിറ്റി പറയാനുള്ളത് വൈഫൈ കോളിംഗ് ഓപ്ഷനാണ്. നമുക്ക് നെറ്റ്വർക്ക് എവിടെയെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൈഫൈ ഉപയോഗിച്ച് നമുക്ക് കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അടുത്ത നമ്മൾ ബാറ്ററിയാണ് പറയുന്നത്. ബാറ്ററി നമുക്ക് 5000 mAh ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ചാർജർ വന്നേക്കുന്ന ഫാസ്റ്റ് ചാർജറാണ്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിൻ്റെ ഒപ്പം തന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാമറയാണ്. റിയർ ക്യാമറ വരുന്നത് 48 MB ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. സ്ലോ മോഷൻ വീഡിയോ സപ്പോർട്ടർ ആണെന്നുള്ളതാണ് ഒരു ക്വാളിറ്റി. 48 MB മെയിൻ ക്യാമറയ്ക്കൊപ്പം 2 MB ഡെപ്ത് സെൻസർ പ്ലസ് മാക്രോ ലെൻസും അതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു 8 MB സൂപ്പർ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. 190 ഡിഗ്രിയാണ് അത് വരുന്നത്. വീഡിയോ റെക്കോർഡിങ് നമുക്ക് 2K വീഡിയോ സപ്പോർട്ടാണെന്നുള്ളതാണ്. 2K വീഡിയോ 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത പറയാൻ പോകുന്ന ഫ്രണ്ട് ക്യാമറയാണ്. അതായത് സെൽഫി ക്യാമറ 16 MB ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ്. അതായത് ഡിസ്പ്ലേക്കുള്ളിൽ തന്നെയാണ് അത് പഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇനി ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം പറയുകയാണെങ്കിൽ സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. പവർ ബട്ടണിൽ തന്നെ വരുന്ന സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. കൂടാതെ ഫേസ് ആൻഡ് ലോക്കും ഉണ്ട്. നമ്മളതിൻ്റെ ഡിസ്പ്ലേ സൈസ് പറയുകയാണെങ്കിൽ 6.95 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഫുൾ HD പ്ലസ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. പിന്നെ അത്രയ്ക്ക് ഹെവി സൈസൊന്നുമല്ല. വളരെയധികം അവരത് നല്ല രീതിയിലുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് തന്നെ ആ ബോർഡറൊക്കെ അവർ അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഡിസ്പ്ലേ ആണ്. നമ്മൾ ഡിസ്പ്ലേ സൈസ് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഫുൾ ഫിൽ ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് സൈസ് അത്രയും നമുക്ക് തോന്നിക്കില്ല. നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന നല്ല രീതിയിലുള്ളൊരു സ്ക്രീൻ സൈസാണ് ഫോണിന് വരുന്നത്. നമ്മളിതിൻ്റെ ഫുൾ സ്പെക്ക് നോക്കിക്കഴിഞ്ഞ് ഇനി നമ്മളിതിൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ പോരായ്മകളൊന്നും തന്നെ നമുക്ക് കാര്യമായിട്ട് പറയാനില്ല. ഈ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ ഈ ബഡ്ജറ്റ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സൈറ്റ് പ്രൈസ് വരുന്നത് 11,999 ആണ്. അതായത് ഒരു 12,000 രൂപയോളമാണ് അതിന് നമ്മൾ സൈറ്റിൽ വരുന്നത്. പക്ഷേ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ട് കിട്ടിയിരിക്കുന്നത് 12,499 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു ബഡ്ജറ്റ് വൈസിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ റാമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻറ്റേർണലിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒന്നും തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. 128 ഇൻറ്റേർണൽ ഉള്ളതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെമ്മറി കാർഡും സ്ലോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവർ. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് വൈസിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ല മികച്ചൊരു ഫോൺ തന്നെയാണ് ഈ ഇൻഫിനിക്സ് നോട്ട് 10. ഫോൺ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഏറ്റവും അധികം അമ്പരിപ്പിച്ചത് ഇതിൻ്റെ സൗണ്ടാണ്. TTS സപ്പോർട്ടോട് കൂടിയ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെയധികം ഹെഡ്സെറ്റ് നമ്മൾ കണക്ട് ചെയ്തില്ലെങ്കിൽ കൂടി വളരെയധികം പെർഫെക്റ്റ് സൗണ്ടാണ് വരുന്നത്. അമേസിങ് എന്നൊക്കെ നമുക്ക് കണ്ണുകൂട്ടി പറയാവുന്ന സൗണ്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്താലും അതിലും ബൂസ്റ്റഡ് ആയിട്ടുള്ള സൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഫോണിൻ്റെ ബോഡി നോക്കിയപ്പം ബോട്ടം സൈഡിലൊരു സ്പീക്കർ കണ്ടു. നമ്മൾ സ്റ്റീരിയോ സൗണ്ടാന്ന് പറഞ്ഞു, സ്റ്റീരിയോ സ്പീക്കേഴ്സാണെന്ന് പറഞ്ഞു. സെക്കൻഡ് സ്പീക്കർ വരുന്നത് നമുക്ക് ഇയർ പീസിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെയാണ് 2 സ്പീക്കർ വരുന്നത്. സ്റ്റീരിയോ സൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമിന് പുറകെ നമുക്ക് ഫ്രണ്ടിൽ ഫ്ലാഷും വരുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്തപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായി. ആ എഡ്ജിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ഒരു റേറ്റിൽ കിട്ടാവുന്നതിലും അധികം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ഉള്ള ഒരു ക്യാമറയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. നിലവിൽ നമ്മളെല്ലാം ചെക്ക് ചെയ്തിരുന്നു മനസ്സിലാക്കിയത് എല്ലാം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസാണ്. നമുക്കൊരു കുറവുകളൊന്നും തന്നെ ഇതിന് നമുക്ക് പറയാനായിട്ടില്ല. നമുക്ക് ആ കുറവ് പറയാനുള്ളത് വില കുറവാണെന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും തന്നെ പറയാനായിട്ടില്ല. എല്ലാം നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അപ്പം നമ്മൾ ഇൻഫിനിക്സിൻ്റെ ഫുള്ള് റിവ്യൂ ചെയ്ത് കഴിഞ്ഞു. എല്ലാ സ്പെക്കുകളും നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞങ്ങളോട് പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി അതുവരെ ഗുഡ് ബൈ.